അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് ഞാൻ ഇതിനിടെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് Q&A ഇട്ടിട്ടുണ്ടായിനി. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടായിനി. അപ്പം എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ച് അതന്നെ വന്നിട്ടുണ്ടായിനി. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ അപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അപ്പോണ്ടി കുഞ്ഞിൻ്റെ ഒരു പിക്ക് ഇട്ടിട്ട് നമ്മളെക്കുറിച്ച് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നിങ്ങൾ ലവ് മാരേജ് ആണോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായത്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ ലവ് മാരേജ് അല്ല, അറേഞ്ച്ഡ് മാരേജ് ആണ്. നമ്മളെ കളി കണ്ടിട്ട് തന്നെ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലവ് മാരേജ് ആണോ. ഓൺലൈൻ വഴി മാത്രമല്ല, നമ്മൾ പൊതുവേ എങ്ങനെ പുറത്തിറങ്ങിപ്പോയി അല്ലെങ്കിൽ ലവ് മാരേജ് ആണോ എന്ന് ചോദിക്കലുണ്ട് അധികം. പക്ഷെ ലവ് മാരേജ് അല്ല കേട്ടാ. അപ്പോട്ടെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ കസിൻ സിസ്റ്ററെ മോനാണ്. എൻ്റെ മുറച്ചെറുക്കനായിട്ട് വരും. അത് ഞാൻ മുമ്പേ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നെ ഫോളോ ചെയ്യുന്നവർക്കെല്ലാം അറിയുമായിരിക്കും, കാരണം ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ടത്. എൻ്റെ മുറച്ചെറുക്കനായിട്ട് വരും അപ്പോട്ടൻ. അപ്പം ആ ഒരു എങ്ങനെ അതാണ് നമുക്ക് അത്ര വലിയ നല്ലൊരു ബോണ്ടിങ് എന്ന് വെച്ചാൽ ചെറുതിലേ അറിയാമെന്നുള്ളതാണ്. എനിക്ക് അപ്പോണിനെ അറിയാം, അപ്പോണിനെ എന്നെ അറിയാം. അപ്പോണിനെ മാത്രമല്ല ഫാമിലിക്ക് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം നല്ലോണം. അപ്പം ലവ് മാരേജ് ആണെന്ന് ചോദിച്ചത്. അപ്പോൾ ലവ് മാരേജ് എല്ലാം അറേഞ്ച്ഡ് ആണ്. എങ്ങനെയാണ് ഫസ്റ്റ് മീറ്റ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മീറ്റ് ഒന്നുമില്ല, ചെറുത് മുതലേ കാണുന്നതാണ് ഞാൻ. അപ്പോഴാണ് ഞാനും അപ്പോഴാണ് എന്നെയും ചെറുത് മുതലേ കാണുന്നതാണ്. അപ്പം പ്രത്യേകിച്ച് അങ്ങനെ മീറ്റും കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് പ്രൊപ്പോസൽ എന്ന് വെച്ചാൽ അപ്പോട്ടൻ്റെ അമ്മ ഒരു ദിവസം ഹോസ്പിറ്റലല്ല, അമ്പലത്തിൽ പോയിട്ടുണ്ടായിനി. അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയിൽ എൻ്റെ അമ്മേനെ കണ്ടിട്ടുണ്ടായിനി. അപ്പോൾ പറഞ്ഞു എൻ്റെ മോനിങ്ങനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, അവളെ കഴിപ്പിക്കുന്നോന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് മക്കളോടെ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ മക്കളോടെല്ലാം ചോദിച്ചാൽ എല്ലാവർക്കും ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിച്ചു. പിന്നെന്ന് വെച്ചാൽ മെയിനായിട്ട് വന്ന ചോദ്യം വെച്ചാൽ എന്തിന് ഇത്ര ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു, അതെന്ത് ഇത്ര ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചുകൂടെ. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചുകൂടാന്ന്. ചെറുപ്പം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ 21ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം 24 വയസ്സ് കഴിഞ്ഞു. നവംബർ വന്നിട്ട് 25 വയസ്സായി. ഈ 21 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ എനിക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടാണ് ഈ കല്യാണം കൊണ്ട്. അപ്പോൾ എന്നെ നല്ലതിൽ നോക്കുന്നുണ്ട്, കുഞ്ഞിനെ നല്ലതിൽ നോക്കുന്നുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ എൻ്റെ ഭാര്യ എന്ന നിലയിൽ ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചുകൊണ്ട് ചിലപ്പോൾ ചിലവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും. എല്ലാവർക്കും അതുപോലെ ആവണം എന്നില്ല. എനിക്ക് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടാ. പിന്നെന്ന് വെച്ചാൽ സ്വന്തം കാലിൽ നിൽക്കണം, അത് വേറെ കാര്യം. എനിക്ക് ഇപ്പോൾ സപ്പോർട്ടുണ്ട്, പഠിച്ചോന്ന് പറയലുണ്ട്. എൻ്റെ ചെറിയൊരു മടി കാരണം ഞാൻ പോകാത്തതാണ്. ഇനിയിപ്പോൾ പെപ്പേനി അംഗൻവാടി പോയിട്ട് വേണം എനിക്ക് ഒന്ന് ജോബെല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം എന്തെങ്കിലും പഠിക്കാൻ പോകണം, സ്വന്തം കയ്യിൽ നിൽക്കണം എന്നുണ്ട്. നിൽക്കുമായിരിക്കും. എത്ര ഏജായി എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് 24 കഴിഞ്ഞു. അപ്പോട്ടിന് 31 32 എനിക്കറിയില്ല, ഓർമ്മയില്ല. 32 തോന്നുന്നു. പെപ്പക്ക് 3 വയസ്സാവാൻ പോകുന്നു. ജോലി എനിക്ക് ഒന്നും ഇല്ല. ഞാൻ റെസിൻ ആർട്ടിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടുണ്ടായിനി. എനിക്ക് തീരെ പിടിക്കാണ്ടായി, അലർജിയും കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട് ഉണ്ട്. സൈഡായിട്ട് അത്യാവശ്യം വേണ്ടതെല്ലാം എടുക്കുന്നുണ്ട്. വലിയൊരിതില്ല, വേണ്ടപ്പെട്ടവരെ ഇതെല്ലാം എടുക്കുന്നുണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്ന ഞാൻ അങ്ങനെ എടുക്കുകയില്ല. അപ്പോഴും ഡ്രൈവറാണ്. സ്കൂൾ വണ്ടി എടുക്കും, റിക്ഷ എടുക്കും, ടിപ്പർ എടുക്കും. ഇടയ്ക്ക് മീനിൻ്റെ സീസൺ ആകുമ്പോൾ മീൻ വണ്ടിയിൽ പോവും, ലോഡും കൊണ്ട് പോവും. അറിയാനില്ലെന്ന് അധികമാർക്കും അറിയേണ്ടത് അപ്പോട്ടൻ റൊമാൻറ്റിക് ആണോ, അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. ശരിക്കും അപ്പോഴെ പുറമേ കാണുന്നവർക്ക് ചിലപ്പം അപ്പോൾ റൊമാൻറ്റിക് ആയിട്ട് തോന്നൂല. കാരണം അപ്പോഴത്തെ ഒരു ഫിഗറെല്ലാം കാണുമ്പോൾ ഒരു റൊമാൻറ്റിക് ആയിട്ട് തോന്നൂല. ശരിക്കും ഒരു ഗുണ്ടാ ലുക്ക് ഇടുന്ന കുറേ ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഒരു ബോഡി ഗാർഡ് ലുക്ക്, അങ്ങനത്തെ ഒരു ലുക്ക് ഉണ്ട്. കൊട്ടേഷൻ ടീം എന്നെല്ലാം പറഞ്ഞതിനോട് കുറേ ആൾ. അപ്പോൾ കാണുമ്പോൾ കൊട്ടേഷൻ ടീമിലെല്ലാം പറയുന്നുണ്ട്. ശരിക്കും താടിയും മുടിയിലുണ്ടായിരുന്നു. ഒരു ബുക്കിൻ്റെ കവർ നോക്കിയിട്ട് ബുക്ക് എങ്ങനെയാണെന്ന് വിലയിരുത്താൻ പാടില്ല എന്ന് പറയില്ലേ, അതുപോലെയാണ് ഒരാളെ കണ്ടിട്ട് അത് അയാൾ എങ്ങനെയാണെന്ന് വിലയിരുത്താൻ പാടില്ല. അപ്പോൻ്റെ മനസ്സെന്നെല്ലാം പറഞ്ഞില്ലേ, കുഞ്ഞലിൻ്റെ പെപ്പേനെക്കാളും ചെറിയ കുഞ്ഞുള്ള മനസ്സായിരിക്കും. കാരണം അയാളൊരു പാവാണ്. അയാളെന്ന് വെച്ചാൽ ഭയങ്കര നിഷ്കളങ്കമായൊരു മനസ്സിനുടമയാണ് അയാൾ. നല്ല സ്വഭാവമാണ്, അങ്ങനെ മോശമായ സ്വഭാവങ്ങളൊന്നുമില്ല, വേണ്ടാത്ത ദുശീലങ്ങളൊന്നുമില്ല, നല്ല ആളാണ്.
റൊമാൻറ്റിക് ആണ്. റൊമാൻറ്റിക് എന്ന് വെച്ചാൽ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ ചാറാക്കി ഒലിപ്പിച്ച് കിടക്കുന്ന അങ്ങനത്തെ റൊമാൻറ്റിക് ഒന്നല്ല. റൂമിൽ നല്ല റൊമാൻറ്റിക്കാണ്. ശരിക്കും അപ്പോട്ടൻ്റെ ആലോചന വന്നപ്പം ശരിക്കും എല്ലാവർക്കും അറിയുന്ന ഫാമിലി നമുക്ക് ചെറുതിൽ അറിയുന്നത്, കാരണം നല്ല സ്വഭാവമാണ്, അതേല് വേണ്ടു. ഫസ്റ്റ് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് കല്യാണപ്രായമായ ആ ടൈം മുതൽ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ജോലിക്കാർ വേണ്ടാന്ന്. ഞാൻ എൻ്റെ അമ്മയോട് എല്ലാവരോടും പറഞ്ഞു എനിക്ക് ജോലിക്കാരെ ആലോചന വേണ്ട, ഞാൻ കഴിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം അങ്ങനെ അപ്പോട്ടം വന്ന് ചോദിച്ചാൽ ഞാൻ വേഗം സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ഞാൻ വേഗം പറഞ്ഞു ഓക്കെ ഇത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. എല്ലാവരും വിചാരമുണ്ട് എല്ലാവരും ജോലിക്കാരെ തേടി പോകുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്ന ജോലിക്കാർ നോക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് സാധാരണക്കാർ നോക്കും, സദാ പണിയില്ലവർ നോക്കും. നിങ്ങൾ വിചാരിക്കും ജോലിക്കാർ മാത്രമേ പൈസയ്ക്ക് നല്ലവർ നോക്കും, നല്ല നിലയിൽ ജീവിക്കാൻ പറ്റൂ എന്നെല്ലാം. ജോലിക്കാർ നോക്കുന്നവരും ഉണ്ടാവും കേട്ടോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നല്ലതിൽ നോക്കുന്നവരും ഉണ്ടാവും, സാധാരണക്കാരിൽ ഇപ്പം നോക്കാത്തവരും ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പോണ്ടപ്പനം വന്നപ്പിനൊക്കെ നല്ല ഹാപ്പി. എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പം എത്ര ശരിക്കും പറയാമില്ല. എല്ലാവരും ലവ് സ്റ്റോറി പറയാമെന്നെല്ലാം പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. ശരിക്കും ലവ് സ്റ്റോറി പറയാൻ നമുക്കില്ല, കാരണം അറേഞ്ച്ഡ് മാരേജിന് എന്ത് ലവ് സ്റ്റോറി. പിന്നെ നമുക്ക് 1 വർഷക്കാലം പ്രണയിക്കാൻ അവസരം കിട്ടിയിരുന്നില്ലതാണ്. കാരണം ഉറപ്പിച്ചിട്ട് പിന്നെ കൊറോണ സീസൺ ആയില്ലേ, 2020 ഉറപ്പിക്കുന്നത് കല്യാണം, ഫെബ്രുവരി ആ ടൈമിൽ. അപ്പാണ് ഈ കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം പിന്നെ 2021 വരെ നമ്മൾ പ്രേമിച്ച് നടന്നു, മെയ് വരെ കറങ്ങാൻ പോലും. ശരിക്കും നമ്മൾ ലവ് മാരേജ് പോലെ തന്നെയെന്ന് പറയാം. കാരണം 1 വർഷക്കാലത്തോളം പ്രേമിച്ചിട്ട് കല്യാണം കഴിച്ചു. ഇപ്പം പ്രേമിക്കുന്നുണ്ടല്ല എന്നല്ല, എനിക്ക് തോന്നുന്നു വിവാഹശേഷം പ്രണയിക്കുന്നതാണ് കൂടുതൽ മനോഹരം തോന്നുന്നു. എനിക്ക് ചില സിനിമയിലെല്ലാം പറഞ്ഞതുപോലെ അതാ രസം, വിവാഹശേഷം പ്രണയിക്കാൻ നല്ല. പിന്നെ ചോദിച്ചിട്ടുണ്ടായിന് അഫെയർ ഉണ്ടായിനോ എന്ന് ചോദിച്ചിട്ടുണ്ടായിന് ആരെങ്കിലും. അഫെയർ ഉണ്ടായിട്ടുണ്ട്, കുറേ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നല്ല സീരിയസ് റിലേഷൻഷിപ്പ് ഒറ്റൊന്നേ ഉണ്ടായിട്ടു കേട്ടോ. കോളേജ് ടൈമിലാണ്. ആളെ നൈസായിട്ട് തേച്ചൊട്ടിച്ചിട്ട് പോയിട്ടുണ്ടായിന്. അപ്പം ഈ ചെറിയ പ്രായത്തിൽ കല്യാണം എന്തേ കഴിച്ചതെന്ന് ചോദിച്ചതിന് ഉത്തരം ഇതാണ്, നൈസായിട്ട് നല്ല തേപ്പ് പിടിച്ചിട്ടുണ്ടായി. പിന്നെ ഞാൻ പറഞ്ഞു ഇനി ആരെയും പ്രേമിക്കാൻ ഞാനില്ല, ഇനി പ്രേമിച്ച കല്യാണം കഴിയും. പിന്നെ പണ്ടേ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഒരിക്കലും ഒളിച്ചോടൂലെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടായ കാര്യമാണ്. നല്ല അന്തസ്സിലേക്ക് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം നല്ല തേപ്പ് കിട്ടിയാടും പിന്നെ നല്ല തേപ്പ് കിട്ടിയിട്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ അപ്പോൻ്റെ ആലോചന വരുന്നു. കേസ് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അന്ന് തേപ്പ് കിട്ടിയത് എത്രയോ നന്നായി എനിക്ക് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരിക്കലും അപ്പോഴെ കിട്ടിയില്ല. അപ്പം നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം ആയില്ലേ. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്